ചോദിച്ചിട്ട് ഒരു ഇവിടെ ഇടാലോ, കുഴപ്പമില്ല. ചോദിച്ചിട്ട് വെള്ളം കുപ്പി വീണത്. സെൻട്രൽ ടൗൺ. വഴി മാന്തി പൊളിച്ചിട്ടുണ്ട്. ചുറ്റു വഴി മാന്തി പൊളിച്ചിട്ടിരുന്നു. അല്ല, ഇത് ഈരാട്ടുപേട്ടയ്ക്ക് ഈ വഴി കൂടെ അല്ലേ ചോറ്റി വഴി. അല്ല, ഈ വഴി കയറി പോയാൽ ചോറ്റി കയറി കൂടെ ഇവിടുന്ന് നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. ആ, ഈരാറ്റുപേട്ട കൂടി ഈരാറ്റുപേട്ട കഴിഞ്ഞിട്ട് പിന്നാലെ എന്താ കാര്യം? ഇതൊന്നും ശാശ്വത ടാറിങ്ങല്ല. എന്തേലും പറയാൻ പറ്റുമോ? തല കാണണ്ട, മുട്ടിപ്പലയിട്ട് ഇരിക്കേണ്ടി വരും. യാത്രക്ക് എന്തെന്നാ പറയാ, സ്ഥലത്താണ്. അതിന്റെ ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ കള്ള് ഷോപ്പുണ്ട്. കള്ള് ഷോപ്പിലെ കറികൾക്ക് പ്രത്യേക ടേസ്റ്റാണ്. കാണി
രീതികൾ കാണുവാൻ, റോഡിന്റെ ഇരുവശത്തും കാണുന്ന ഭംഗി, രണ്ട് സൈഡും വൃക്ഷതലാദികൾ നിറഞ്ഞു നിൽക്കുന്ന, രണ്ട് സൈഡും റബ്ബർ വെച്ചിട്ട് വൃക്ഷതലാദികൾ അതിലധികം നിൽക്കുന്ന പാതയോരത്ത് യാത്രകൾ വളരെയധികം പ്രകമ്പനം കൊള്ളിക്കുന്ന യാത്രയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈരാറ്റുപേട്ട വഴി മുണ്ടക്കയത്തേക്കാണ്. യാത്ര വളരെ അഡ്വഞ്ചറാണ്. എന്നാൽ കണ്ണിന് മികവാർന്ന മിഴിവുകൾക്ക് മികവാർന്ന ഭംഗിയും റിസ്ക്കുമുള്ള യാത്രയാണിത്. ശ്രദ്ധയ്ക്ക് ഈ യാത്രയിൽ ആകാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാൽ കൂടി ചെങ്കുത്തായ കയറ്റങ്ങളും ഹെയർ പിന്നുകളുമാണ് ഈ വഴിയിൽ ഇപ്പോഴും കാണാനുള്ളത്. ഒരു ബസ് പോകുന്നുണ്ട്, അവൻ വലിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വിഷമമായി നിൽക്കുന്ന ബസ് ആണ്. തൊടുപുഴ ഈരാറ്റുപേട്ട മുട്ടം മേലുകാവ് വഴി ഞങ്ങളൊരു വണ്ടിയെ കയറാനായിട്ട് ശ്രമിക്കുന്നു. വായോണ്ട് എന്താണാന്ന് ചോദിക്കുന്നത്. കയറാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ കയറിയില്ലെങ്കിൽ പിന്നെ അടുത്ത ജംഗ്ഷനിൽ കയറാൻ പറ്റില്ല. ഇതിനാണ് ഞങ്ങൾ അവരെ ഓവർടേക്ക് ചെയ്ത് കയറി. ഞങ്ങളുടെ മിസ്റ്റേക്കാണ് എന്നറിഞ്ഞാലും കൂടി ജോയി പള്ളിപ്പുറം തന്നെ കണ്ടുപിടിക്കുന്നു. പള്ളിപ്പുറത്തിൻ്റെ അതിവിശാലമായ വീഡിയോഗ്രാഫിയിൽ നമുക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നുകൂടി പുറത്തു പറയട്ടെ, ജോയി പള്ളിപ്പുറം എന്ന കഴിഞ്ഞ ആഴ്ചയാണ് മൊബൈൽ വാങ്ങിച്ചത്. അന്ന് മുതൽ തുടങ്ങിയ വീഡിയോ പിടുത്തം ഇന്നിപ്പോൾ 2000-3000-ലധികം പ്രേക്ഷകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിന് പുറമെ ഇതിൽ കാര്യമായിട്ട് സംസാരങ്ങളില്ല. കാഴ്ചകളാണ് മുഹൂർത്തം കൊടുക്കുന്നത്. കാഴ്ചകൾ സമർപ്പിക്കുന്ന മാതിരി, ഗുരുവരപ്പന് കാഴ്ചകൾ സമർപ്പിക്കുന്ന മാതിരിയാണ് ജോയി പള്ളിപ്പുറത്തിൻ്റെ വീഡിയോ. ഇതാ ഒരു മനോഹരമായ ഇടതുവശത്ത് കാണുന്ന ഒരു മനോഹരമായൊരു മല. ആഹാ, എന്താ കണ്ണിന് കുളിർമയേകുന്ന, കാഴ്ചയ്ക്ക് തനിമയേകുന്ന ഒന്നൊന്നര കാഴ്ചയാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റൂട്ട് തിരഞ്ഞെടുക്കാം. ഇതൊരു അഡ്വഞ്ചർ യാത്രയാണ്. മഴക്കാലത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ഈ മഴക്കാലം പ്രശ്നമായി കിടക്കുന്ന വെള്ളക്കെട്ടും അതുപോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ രാത്രി യാത്രകളും വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ കണ്ണിൻ്റെ ഒരു വെളിച്ചക്കുറവ് എന്തെങ്കിലും അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പോകുന്നത് ഒരു തോട്ടടുത്തുള്ള വലിയ പൊക്കയിലേക്കായിരിക്കും. ആയതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. ജോയി പള്ളിപ്പുറം വീണ്ടും മലയോരത്തെ സമീപമാക്കി മലകളെയും പുഴകളെയും അരുവികളെയും. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഈരാറ്റുപേട്ട എത്താനായിട്ട് 17 കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തത് മാർവലിൻ്റെ വണ്ടിയിലാണ്. മാർവൽ മറിക്കുടിയുടെ വണ്ടിയിലാണ്, കപ്പലാണ്. അതും AC ചെറിയ ലോഡേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. യാത്രകൾ വളരെയധികം ഭംഗിയായി മനോഹരമായി പോകുന്നു. ഞങ്ങൾ അവിടുന്ന് 5:30 പുറപ്പെട്ടതാണ്. ഈ സമയത്താണ് ഞങ്ങൾ യാത്ര വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടയിൽ സപ്ലൈകൾ ഉണ്ടാക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിരുന്നു. ഞങ്ങൾ തട്ടുകടയിലാണ്. നല്ല ഭക്ഷണം കിട്ടി, കുഴപ്പമില്ല. അപ്പോൾ ഓട്ടോ കണ്ടച്ചാറ് കേറി കിടക്കട്ടെ. അതിന് മോശല്ലേ? അത് അപകടം. ഇത് തന്നെ പോസ്റ്റ് ചെയ്യുന്നു. ശബരിമലക്കാർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള റോഡാണ് ഇവിടെ അല്ലേ? നമുക്ക് പെയിന്റ് ചെയ്ത് പുറത്തപ്പനടിച്ച് കളറടിച്ച് അടിപൊളിയാക്കിയിട്ട് ഇതുവഴിയും ശബരിമലയ്ക്ക് യാത്രയാകാം.
പിച്ചായൻ്റെ ബജിക്കട അത് നോക്കിയാൽ വണ്ടി കഴിഞ്ഞു പേര് മുഴുവൻ വായിച്ചു കഴിയുമ്പോഴേ അത് അങ്ങോട്ട് നോക്കാൻ നിൽക്കണ്ട. ഹോട്ടല് കഴിച്ചിട്ട് പൊട്ടലോടാ ഒന്നാമത് വെച്ചിട്ട് പോയിട്ട് വണ്ടി എടുത്തിട്ട് കഴിച്ചു കഷ്ടമായി. മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവുക. ആ വെള്ളം വരുമ്പോഴേ അടിയിൽ നിന്ന് അതിൻ്റെ കല്ലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് തരി കുറേ അങ്ങനെ പോന്ന് പോരും. ഒരു ഇടുക്കി ട്രിപ്പ് ഒരു വെള്ളം വെക്കണം. ശരിക്ക് ഉണ്ടാവും ഇടുക്കി ട്രിപ്പ് ഉണ്ടാവും. അടുത്ത ആഴ്ച എനിക്ക് ഉണ്ടാവും ഇടുക്കി. നമുക്ക് 2-3 വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് റേറ്റിംഗ് കൂട്ടണം.